ഹര ശിവ ശിവ ശിവശങ്കര ശിവനാരായണ ശിവ. കൊട്ടാരക്കര പെരിങ്കുളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവമായിട്ട് 12 ദിവസം ഇവിടെ ആചരിക്കുകയാണ്. തോറ്റമ്പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ദേവിയുടെ കേരളത്തിൽ പ്രധാനമായിട്ടും ശക്തി ആരാധനയ്ക്കാണ് പ്രാധാന്യം. ആ ശക്തിയുടെ പ്രധാന സ്രോതസ്സ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതിയാണ്. ഈ കേരളത്തിൽ കാണുന്ന എല്ലാ ദേവീക്ഷേത്രങ്ങളും, വിശേഷിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളുടെയൊക്കെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭഗവതിയെ സങ്കല്പിച്ച് പാടുന്നതാണ് തോറ്റമ്പാട്ട്. തോറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഗ്രാമ ചൈതന്യം വർധന ആണ് തോറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം. ഓരോ തോറ്റം കഴിയുന്നതോറും ഗ്രാമത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. അതുകൊണ്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയെ തോറ്റത്തിലൂടെ പാടി വിളിച്ച് നാന്തകത്തിലേക്ക് കാപ്പുകെട്ടി ആവാഹിച്ച് കുടിയിരുത്തി അമ്മയുടെ ചരിതം 7 ദിവസം കൊണ്ട് 12 ദിവസം കൊണ്ട് അങ്ങനെ 41 ദിവസം കൊണ്ടൊക്കെ ചരിതം വർണ്ണിച്ച് കേൾക്കുന്ന മഹത്തായ ചടങ്ങാണ് തോറ്റമ്പാട്ട്. തോറ്റമ്പാട്ടിൻ്റെ പ്രധാനമായിട്ട് ഭഗവതിയെ ദാരിക നിഗ്രഹത്തിനായിട്ട് മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്നും അമ്മ ജനിക്കുകയും ദാരികനെ വധിക്കുകയും ദാരികനെ വധിച്ച് എത്തുന്ന ഭഗവതിയെ മഹാദേവനൊരു കുഞ്ഞായിട്ട് നിർമ്മിച്ച് സന്തതികളില്ലാത്ത തെക്കുംകൊല്ലം വാഴും മനേകത്ത് നാരായണർക്ക് വളർത്തുമകളായിട്ട് കൊടുക്കുകയും തെക്കുംകൊല്ലത്തെ കൊച്ചു തമ്പുരാട്ടിയായിട്ട് ഭഗവതി ഭൂമിലോകത്ത് വരികയും തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വടക്കുംകൊല്ലം വാഴും മനേഹത്തെ മാരായരുടെ പുത്രനായ പാലകരെ വിവാഹം കഴിക്കുകയും വിവാഹശേഷം തൻ്റെ പവിത്ര കാൽച്ചിലമ്പുകൾ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് പാണ്ഡ്യ നാട്ടിലേക്ക് കൊടുത്തേക്കുകയും വിൽക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന കാൽച്ചിലമ്പുകൾ പാണ്ഡ്യരാജാവ് തൻ്റെ ഭാര്യയുടെ കാൽച്ചിലമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് പാണ്ഡ്യരാജാവും ആ നാട്ടിലെ സ്വർണ്ണപ്പണിക്കാരനായ തട്ടാരും ചേർന്ന് പാലകനെ കള്ളനെന്ന് മുദ്രകുത്തി കാൽച്ചിലമ്പുകൾ കൈക്കലാക്കി വധിക്കി. ഈ വധമറിഞ്ഞ ഭഗവതി ദുഃഖാർത്തിയായിട്ട് ഭർത്താവിനെ തേടി അലയുകയും ഒടുവിൽ പാണ്ഡ്യരാജ്യത്തെത്തുകയും പാണ്ഡ്യരാജ്യത്തെത്തുന്ന ഭഗവതി ഭർത്താവിൻ്റെ ചേതനേറ്റ ശരീരം കണ്ട് ദ്രവിക്കുകയും ഭർത്താവിനെ ജീവൻ കൊടുത്ത് തോറ്റി ഈശ്വരാംശമായി തന്നോടൊപ്പം ലയിപ്പിക്കുകയും അതിനുശേഷം തൻ്റെ ഭർത്താവിൻ്റെ വധത്തിന് കാരണക്കാരായ തട്ടാരെയും അതുപോലെ തന്നെ പാണ്ഡ്യരാജാവിനെയും വധിക്കുകയും പാണ്ഡ്യൻ നാട് ചുട്ടരിച്ച് തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി മനുഷ്യരുടെ കുലദേവതയായിട്ട് കൊടുങ്ങല്ലൂരിൽ അരയിരിക്കുന്ന വർണ്ണയാണ് തോറ്റമ്പാട്ടിൻ്റെ ഉള്ളടക്കം. ഓരോ തോറ്റം കഴിയുന്തോറും ഭഗവതിയുടെ അനുഗ്രഹാശീർവദ ഈ നാടിനും ഗ്രാമത്തിനൊക്കെ വളരെ അഭിവൃദ്ധിയാണ്. നമ്മുടെ അനുഗ്രഹം കളിച്ചുണ്ടാവളേ നാരായണരുടെ തിരുമകളെ ഹരിനാരായണി ഹേ കൈതോഴുക. ഇത് എഴുത്തില്ല, ഇത് വായ്മൊഴിയാണ്. കാരണം ഇത് എഴുതി പഠിച്ചുകൂടാ. അതുപോലെ തന്നെ ഇടവഴി നീളെ മൂളരുത്, പിള്ളേരെ ചെവിയിൽ കൊടുക്കരുത്, അങ്ങാടിപ്പാട്ടായി പാടരുത് എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രമാണം. അതിനെ എഴുതി പഠിക്കാൻ പാടില്ല. ഇത് ദേവി തന്നെ വായ്മൊഴിയായിട്ട് നമുക്ക് തരുന്ന് നമ്മ ആ ഉള്ളിൽ നിന്നും അങ്ങനെ അമ്മയുടെ കഥ പറയുന്നതാണ്. അല്ലാതെ ഇത് എഴുതി പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ വായ്മൊഴിയായിട്ട് കേട്ട് പഠിച്ച് ആ കഥ പാടുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ 8 വർഷം കൊണ്ട് പെരിങ്കുളം ദേവീക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് നടത്തുകയാണ്. നല്ല ഭക്തന സാന്നിധ്യവും ഓരോ വർഷം കഴിയുന്തോറും അമ്പലത്തിന് നല്ല അഭിവൃദ്ധിയും നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹാശിസുകൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യക്ഷേത്രം കൂടിയാണ് പെരിങ്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. നാരായണ വാഴോന്ന നല്ല
വാഴോം മനയാകത്ത നാരായണ വാഴുന്ന നല്ലഴച്ചന മാരുതിയെ തന്നെ വിളിച്ചു അമ്മേരത്ത് മൊഴി പറയുന്നതാ കേൾക്കയല്ലോ എൻ്റെ മാരുതിയെ നമ്മോടൊരു മൊഴി ചൊല്ലാമിന്ന എത്ര കാലമോ എത്ര നാരായണർ വാഴുന്ന നല്ലയച്ചനേ വാഴോം മനയാകത്ത നാരായണ വാഴുന്ന നല്ലഴച്ചന മാരുതിയെ നാരായണ വാഴുന്ന നല്ലഴച്ചന വാഴോം മനയാകത്ത നാരായണ വാഴുന്ന നല്ലഴച്ചന മാരുതിയെ തന്നെ വിളിച്ചു അമ്മേരത്ത് മൊഴി പറയുന്നതാ കേൾക്കയല്ലോ എൻ്റെ മാരുതിയെ നമ്മോടൊരു മൊഴി ചൊല്ലാമിന്ന എത്ര കാലമോ എത്ര വറുഷമായി നമ്മൾ തെക്കും കൊല്ലവും വാണ ഇരുന്നേട്ട ജന്മാവോം ജനാനാവോം ഏതോമില്ല വർമ്മമായോം വളർമായോം ഏതോമില്ല പുത്രരുവിധി ഭാഗ്യ വാങ്ങുവാന് കൈലാസപുരത്തേക്ക് പോകണമെന്ന പുത്രരുവിധി ഭാഗ്യം വാങ്ങുവാന കൈലാസപുരത്തേക്ക് പോകണമെന്ന അങ്ങനെ തന്നെ കൂടെ ചെയ്യണമെന്ന് എങ്കണോ എൻ്റെ ഭർത്താവേ നാരായണയോ ആകോ കേട്ടുകൊണ്ട തൊടുകൂടത്തിലോ ചെന്ന
ഇറങ്ങിയിട്ട കുടികള കഴിഞ്ഞു മാറ്റാടകൾ പകർന്ന ഉടുത്തോണ്ട മനയില്ലാത്ത വന്ന കയറിയിട്ട വെള്ളമുണ്ടോ തല്ലോ ഒരുങ്ങീട്ട വെള്ളമുണ്ട് ഉമ്മ എടുത്തോണ്ട് വലന്തോളിലോ ഇട്ടോ ധരിച്ചോണ്ട് നാരായണ വാഴുന്ന നല്ല ഭണ്ഡാര പള്ളി അറതോറന്ന അറയ്ക്കകത്ത് ചെന്ന കയറി